അച്ഛാ തെന്നിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തോന്നത്? പിന്നെ എനിക്ക് ഇവിടെ ആര് വന്നാലും പോയാലും നിന്നാലും നിന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ആരോടും ഒരു പരാതി കൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇനി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചേച്ചി, സീതാമ്മ സിദ്ധോളിനെ പഞ്ഞിക്കിടുന്നുണ്ട്. രക്ഷിക്കാൻ വേണ്ടി കേശവൻ ഇടയ്ക്ക് കയറി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. പാവം സിദ്ധോളി. ചേച്ചി, ഞാൻ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടോ? ചേച്ചി ചേച്ചി ഉള്ളി അരിയുന്നതിന്റെ ഇടയ്ക്ക് കരയാണോ അതോ കരയുന്നതിന്റെ ഇടയ്ക്ക് ഉള്ളി അരിയാണോ? മിണ്ടാതിറങ്ങി പോയോ ചേ? ലച്ചു, നീ എന്തോ ഇങ്ങനെ ആരോടും മിണ്ടാതെ നിൽക്കുന്നേ? സിദ്ധു പോയതേ അവന്റെ പെങ്ങളുടെ അടുത്തോട്ടല്ലേ, വേറെ എങ്ങോട്ടും അല്ലല്ലോ. എന്നാലും ഇങ്ങനെ പോവാൻ പാടില്ല. എന്താ അച്ഛനെ അവർ ശരിയാക്കുന്നുണ്ട്. പോയി രക്ഷിച്ചോണ്ട് വാ. എന്തിനി? എനിക്ക് വേണ്ട. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എനിക്ക് എന്റെ അച്ഛനെ വേണം. கல்லுமா அப்படி சொல்லக்கூடாது. அப்பாவையும் அம்மாவையும் வேணும் சொல்லணும். അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ. ആഹാ, അച്ഛന്റെ കൂടെ ഊര് കണ്ടാൻ പോയിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കേറി വന്നേക്കും ഡയലോഗും കൊണ്ട്. അല്ലു, ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. അതാ നല്ലത്. ഇവിടെ നിന്നാലേ ഞാൻ വിലം വെച്ച് പറയും. லெச்சு, கொஞ்சம் பாசமா அவள்கிட்ட பேசலாம்ல. പാസമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അടുത്ത് ആര് ചാട കാണിച്ചാലും ഞാനും തിരിച്ച് ചാട കാണിക്കും. അതിപ്പോ വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല. ആന്റി, ഒരു കണ്ണച്ചായ ഇട്ടു. ഓ, அதுக்கு என்ன, இப்பவே போட்டு தரேன். മോനെ, അവിടെ അളിയനും പെങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നേ? ഉമ്മ, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ അവരെ കുറിച്ച് ഒത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവിടെ അടിപൊളിയായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പം അവളുടെ കണ്ണൊന്നും നിറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എനിക്ക് ഇത്തിരി സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ആന്റി, സവാള അരിഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും അരിയാനുണ്ടോ? வேண்டாம் லெச்சு, மிச்சம் எல்லாம் நான் செய்யறேன். എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, സിദ്ധുവിന് ഒരു കട്ടൻ ചായ തിളപ്പിച്ചു കൊടുക്കും. അതിന് കയ്യാളുടെ ആവശ്യം എന്ത്? വേണമെങ്കിൽ വിളിച്ചോളൂ. அம்மா, நான் செஞ்சு கொடுக்கறேனே. അമ്മ, പിന്നെ അമ്മ കേക്കണം. അവിടെ പെങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഏത് നേരവും പെങ്ങളും അളിയനും എന്റെ പുറകെ തന്നെയാ. എന്തെങ്കിലും വേണോ, ഉച്ചയ്ക്കൊക്കെ കഴിക്കാതിരിക്കുമ്പോണ്ടല്ലോ, 1 തവണയല്ല 2 തവണയല്ല 3 തവണയൊക്കെയാ ചോറ് വിളമ്പിത്തരുന്നത്. എന്താ ചെയ്യാ? ഞാൻ പിന്നെ ഇരുന്നങ്ങ് കഴിക്കും. സ്നേഹത്തോടെ വിളമ്പിത്തരുന്നല്ലേ. അവർക്ക് വഴക്ക് പറഞ്ഞ് മതിയായില്ലേ? എന്റെ പൊന്നമ്മ, പെങ്ങളുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയിരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? മോനെ, അതുകൊണ്ടല്ല, അവിടെ വീട് പണി നടക്കുമല്ലയോ. മോൻ അവിടെ അല്ലായിരുന്നോ? അപ്പം വരാത്തതിന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞ കാര്യമാക്കണ്ട. கல்லு, அப்படி சொல்லக்கூடாது. நீங்க இங்க இல்லாதப்போ எப்பவுமே பேசுவாங்க அப்பாவை பத்தி. എന്നെ പറ്റി പറയാറില്ലേ? உன்னை பத்தி நிறைய சொல்லுவாங்க. അച്ഛാ, ചെന്ന് വഴക്കേക്ക്. ഓക്കെ, എനിക്ക് ഞാൻ വഴക്കിട്ട് വരാവേ. சிது, டீ குடிக்க வேண்டாமா? വഴക്ക് കേട്ടിട്ട് വന്നിട്ട് കുടിക്കാം. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ, നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.